നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടൻ സന്ദർശനം വാർത്തകളിൽ നിറയുമ്പോൾ ആശങ്കയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി. ഖലിസ്ഥാൻ ഭീകരവാദികളുടെ സാന്നിധ്യമാണ് ഇന്ത്യയിൽ ആശങ്ക ഉയർത്തുന്നത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ കാനഡ സന്ദർശന സമയത്ത് ഖലിസ്ഥാൻ തീവ്രവാദികൾ മോദിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഖലിസ്ഥാൻ തീവ്രവാദ നേതാവായ ഗുർബന്ദർ സിംഗ് പന്നുവാണ് മോദിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. അന്ന് ക്യാമ്പയിനിങ് നടത്തിയിരുന്നു. കിൽ മോദി പൊളിറ്റിക്സ് എന്ന ക്യാമ്പയിനാണ് അന്ന് പന്നു നടത്തിയത്. ഇതിന് പിന്നാലെ കാനഡയുടെ മണ്ണിൽ തീവ്രവാദം, അതായത് ഖലിസ്ഥാൻ തീവ്രവാദികൾ വളരുന്നു എന്ന സ്ഥിരീകരണവും ഔദ്യോഗികമായി വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ കാനഡയ്ക്ക് പിന്നാലെ ഖലിസ്ഥാൻ തീവ്രവാദം UK മണ്ണിലുമുണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി. ബ്രിട്ടനിലെ ഖലിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യം ഗൗരവമേറിയ വിഷയമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഖലിസ്ഥാൻ ഭീകരരെ കൈമാറുന്നതുമായി സംബന്ധിച്ച് ഇന്ത്യയും UKയും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും ഖലിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യത്തിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാലിദ്വീപ് സന്ദർശനത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഖലിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ചും ഖലിസ്ഥാനി ഭീകരരുമായി ബന്ധമുള്ള ആളുകളെക്കുറിച്ചും UK തങ്ങളുടെ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഖലിസ്ഥാനികളുടെ ആക്രമണങ്ങളും മറ്റും നമ്മുടെ രാജ്യത്തെ മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ സാമൂഹ്യ ഐക്യത്തിനും ക്രമസമാധാനത്തിനും വെല്ലുവിളിയാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ 4ാമത്തെ UK സന്ദർശനമാണിത്. അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയെന്നും വിക്രം മിർസി വ്യക്തമാക്കി. കെയർ സ്റ്റാമറുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി UK സന്ദർശിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസിന്റെ ക്ഷണപ്രകാരം മാലിദ്വീപ് സന്ദർശിക്കുക. പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതവുമായ പ്രതിസന്ധികൾ നേരിടുമ്പോഴെല്ലാം മാലിദ്വീപിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇന്ത്യ എപ്പോഴും മുൻപന്തിയിൽ നിന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഉയർന്ന തലങ്ങളിൽ പതിവ് സന്ദർശനങ്ങൾ വഴി ശക്തമായ ഒരു രാഷ്ട്രീയ ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മിർസി കൂട്ടിച്ചേർത്തു. മാലിദ്വീപിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് ഇന്ത്യ. ഏകദേശം $500 മില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. സ്വതന്ത്ര വ്യാപാര കരാറും നിക്ഷേപ ഉടമ്പടിയും ചർച്ച ചെയ്യുന്നതിനുള്ള ചർച്ചകളിലാണ് ഇരു രാജ്യങ്ങളും. പുനരുപയോഗിക്കാവുന്ന ഊർജം, മത്സ്യബന്ധനം എന്നിവ ഉൾപ്പെടെയുള്ള സഹകരണത്തിന്റെ പുതിയ മേഖലകളിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ സംരംഭങ്ങൾ നടപ്പിലാക്കുന്ന മാലിദ്വീപിന്റെ പരമ്പരാഗത വികസന പങ്കാളിയാണ് ഇന്ത്യയെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. ഇന്ത്യക്ക് മാലിദ്വീപുമായി ശക്തമായ പ്രതിരോധ സുരക്ഷാ സഹകരണമുണ്ടെന്നും വിദേശകാര്യ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. മാലിദ്വീപിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും മാലിദ്വീപിന്റെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിലും ഇന്ത്യ തുടർന്നും സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച